ഈ കോട്ടോട് കൂടി മിനിസ്റ്ററായിട്ടൊരു മീറ്റിങ്ങിന് ഞാൻ പോവാണ് കേട്ടോ. അത് വാവ അങ്കമാടി പോകുന്നതിന് മുന്നേ മോൻ്റെ മെസ്സേജ് കിട്ടിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് മിനിസ്റ്ററായിട്ടൊരു മീറ്റിങ്ങിന് പോവാണ്. അതായത് പേഴ്സണലായിട്ടുള്ള മീറ്റിംഗ് ഒന്നുമല്ല, ഇവിടെ ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ബിസിനസ് കൗൺസിൽ എന്ന് പറയും. അതായത് ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ട്രേഡ് അഗ്രിമെൻറ്റ്സ് നടക്കുന്ന കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മീറ്റിങ്ങിന് പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ റെഡി ആവുന്നതിൻ്റെ ഇടയിലായിരുന്നു കേട്ടോ എനിക്ക് ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവനിങ്ങനെ എപ്പോഴും ഫോണായതുകൊണ്ടാണോ എന്നറിയില്ല, അങ്ങനെ നോക്കുകയോ അധികം സംസാരിക്കുകയോ ഒന്നും ഇല്ല കേട്ടോ. പക്ഷേ ചില സമയത്ത് ചാടി വന്ന് വീഴുന്നതും കാണാം. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുകൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. പലവരും പറയാറുണ്ട്, അയ്യോ എനിക്ക് മോനെ വിട്ടിട്ട് വരാൻ പറ്റില്ല എന്ന്. ഇവിടെ വന്ന് നിൽക്കുന്നവരെല്ലാം പറ്റുവാഞ്ഞിട്ട് വരുന്നവരെല്ലാം നിവർത്തിയോണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ അങ്ങനെ നിർത്തിയിട്ട് വരാൻ പറ്റാത്തതുകൊണ്ടുള്ള അവസ്ഥകൾ കൊണ്ടാണ് ലൈക്ക് തനിയെ വന്ന് ആദ്യം നിൽക്കുന്നത് കേട്ടോ. എനിക്കിപ്പോൾ ഇവിടുത്തെ ഇത് നമുക്ക് ഒരു ജോലി ഉണ്ടാവുന്നത് വരെ നമുക്ക് നാട്ടിൽ നിന്ന് ഇപ്പോൾ കൊച്ചിനെ കൊണ്ടുവരാനൊരു പേടിയുണ്ട്, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ഇതുപോലത്തെ ബിസിനസ് മീറ്റിങ്സിനോ അല്ലെങ്കിൽ അവാർഡ് ഫംഗ്ഷൻസിനൊക്കെ ഫുഡ് ബെവറേജ് സെർവ് ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ എൻ്റെ ജോലി. പക്ഷേ ഇന്ന് എനിക്ക് ആൾക്കാർ വൈൻ സെർവ് ചെയ്ത് തന്നു കേട്ടോ. പക്ഷേ ഞാൻ അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഞാനും ഇതുപോലെ ഏജൻസി തന്നെയാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അവർ വേറൊരു ഏജൻസിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. പക്ഷേ ലൈക്ക് എനിക്കറിയാം നമ്മൾ ആ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ലൈക്ക് അതിന് ഞാൻ എന്തെങ്കിലും ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഞാൻ ഒരിക്കലും ഇത്ര പെട്ടെന്നാകുമെന്ന് പ്രതീക്ഷയില്ല, പക്ഷേ എന്തെങ്കിലും പോവുകയാണെങ്കിൽ ഞാനിങ്ങനെ എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മറ്റൊരു സ്റ്റാഫിന് ഉണ്ടാവരുതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം ട്രൈ ചെയ്തു കേട്ടോ. പിന്നെ ഇതിവിടുത്തെ ബാത്റൂമാണ്. ആക്ച്വലി ഞാൻ ഇവിടെ സോപ്പ് ഞാൻ പല പ്രാവശ്യം കൈ കാണിച്ചിട്ടും സോപ്പ് എവിടെയോ വീഴുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ, പക്ഷേ എവിടെയാണെന്ന് മനസ്സിലാവുന്നു. മൊത്തം കൂടെ തപ്പിയെടുക്കാൻ ഇച്ചിരി പാടുണ്ടായിരുന്നു. പിന്നെ കണ്ടില്ല ടാപ്പിനും ഇതൊന്നുമില്ല. എന്താണേലും നല്ലൊരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. ഇവർ ആക്ച്വലി ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ പീയൂഷ് ഗോയലില്ലേ, നമ്മുടെ നാട്ടിലെ പീയൂഷ് ഗോയലിൻ്റെ കൗണ്ടർ പാർട്ടായിട്ടുള്ള ഇവിടുത്തെ ടെഡ് മക്കോളെ ആയിരുന്നു ആളായിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു. പേടിക്കേണ്ട, അത് വിസ്കി ഒന്നും അല്ല, അത് വെറും കോക്ക് 0 ആണ്. പിന്നെ ഇതാട്ടോ ഇവിടുത്തെ വ്യൂ അടിപൊളിയായിരുന്നേ, നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ ഇവിടുത്തെ ഓരോ ഐലൻഡുകളാണ് കേട്ടോ. ഇവിടുത്തെ വൈഹിക്കിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതൊക്കെ കെനപ്പീസായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് ആക്ച്വലി ഇതൊക്കെ തോഫു എന്തോ ആണ്. തോഫു മീൻസ് പനീർ പോലെ ഇരിക്കുന്നതിനൊരു സാധനമാണ്. എനിക്ക് ഇഷ്ടമായില്ല, ഞാൻ കഴിച്ചില്ല കേട്ടോ. എന്താണ് എൻ്റെ ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോ പറയാം കേട്ടോ. കാരണം കുറേ നേരം കൊണ്ട് ഞാൻ വളവളാന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ബാക്കി വീഡിയോസ് അടുത്ത വീഡിയോയിൽ പറയാം ബാക്കി എന്താ നടന്നതെന്ന്. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ, സീ യു. ഹലോ, ഇങ്ങനെ മെയിൻലി മീറ്റിങ്സിനോ അല്ലെങ്കിൽ എന്തൊരു